ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ അരിശപ്പെട്ട് ശ്രുതിക്കിട്ട് പിടിച്ച് നല്ലൊരു അടിക്കുകയാണ്. നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത്? ഇനി സച്ചിയുടെയും രേവതിയുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? ഇവർ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ ഇരുന്നേച്ചാൽ തലയിലെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ശ്രുതി പോയി ആശ്വാസപ്പെടുത്തുകയാണ്. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ശ്രുതി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇതല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, നീ എന്നോട് ക്ഷമിക്ക് ശ്രുതി, വേണ്ട എന്നോട് മിണ്ടണ്ട, അവിടെ മാറിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതി, ഞാനിനി ഒരിക്കലും നിന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല, അത് ഉറപ്പാ, സത്യമായിട്ടും നിന്നോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല ശ്രുതി, നീ എന്നോട് ഈ പ്രാവശ്യം ഒന്ന് ക്ഷമിക്ക് ശ്രുതി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സൊന്ന് ഇളകുകയാണ്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ശ്രുതി, ഞാൻ ഈ വിവരം അറിഞ്ഞ കാര്യം ഏതായാലും ആൻറ്റി അറിയണ്ട. അമ്മയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ അവിടെ ശ്രുതി അങ്ങ് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ വീട്ടിൽ ഓരോരോ സംഭവങ്ങൾ നടക്കുകയാണല്ലോ, എല്ലാം എൻ്റർടൈൻമെൻറ്റ്. വർഷ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ശ്രീകാന്ത്, എന്താ വർഷേ, എന്തിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? പിന്നെ സന്തോഷിക്കാതെ എൻ്റെ ശ്രീകാന്തേ, ഏതായാലും ഞാനൊരു കാര്യം പറയാട്ടോ, നിൻ്റെ വീട്ടിലെ എപ്പോഴും എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ടൈം പാസ്സാണ്, ഭയങ്കര സന്തോഷമായ കാര്യമാണ്. നിൻ്റെ സച്ചിയേട്ടനോ അല്ലെങ്കിൽ സുധിയേട്ടനോ എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതൊക്കെ കാണുമ്പോൾ ചിരിയല്ലാതെ പിന്നെ എന്ത് വരാനാ? ഇതിൽ നീ മാത്രമേ ഒരു പ്രശ്നത്തിലും ഇടപെടാതെയുള്ളൂ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നിനക്കിതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണല്ലേ? പിന്നെ സന്തോഷിക്കാതെ ഞാൻ എന്താ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കണോ? ഇവരോരോ കിടന്ന് കാട്ടായം കണ്ടില്ലേ? പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവരിടയിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാന്നേ. സച്ചിയേട്ടനല്ല പ്രശ്നക്കാരൻ, ശരിക്കും സുധിച്ചേട്ടൻ തന്നെയാണ് പ്രശ്നക്കാരൻ. എന്ത് ചെയ്യാനാണ്? പക്ഷേ സ്വർണം പോയതിൽ എന്തൊക്കെയോ പന്തികേടില്ലേ എൻ്റെ ശ്രീകാന്തേ? സ്വർണം എടുത്തത് സുധിച്ചേട്ടൻ തന്നെയാണോ എന്നാണ് എൻ്റെ സംശയം. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒരു CID വിളിച്ചാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നത്? അതേന്നേ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് അവർ കണ്ടുപിടിക്കട്ടെ, അപ്പോൾ സത്യം അറിയാലോ. അങ്ങനെ മതി ശ്രീകാന്തേ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ക്രൈം ബ്രാഞ്ചിനെ തന്നെ നേരിട്ട് വിളിക്ക്, അപ്പോൾ ഈസി ആയിരിക്കും. എന്താ, നീ എന്നെ കളിയാക്കിയതാണോ? പിന്നെ അല്ലാതെ. അവർ പ്രശ്നം കണ്ടുപിടിക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ഇവിടെയുള്ള എല്ലാവരെയും വേണം, ആരെയും വെറുപ്പിക്കാനായിട്ട് പാടില്ല, ആരുടെയും പരദൂഷണം കേൾക്കാനായിട്ട് നമുക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ കയറി ഇടപെടണ്ട. സച്ചിയേട്ടൻ കണ്ടുപിടിച്ചോളും, അതിനുള്ള ബുദ്ധിയൊക്കെ സച്ചിയേട്ടനുണ്ട്, അത് മതി. ആണല്ലേ ശ്രീകാന്തേ? സച്ചിയേട്ടൻ ഇതെല്ലാം കണ്ടുപിടിച്ചോളും അല്ലേ? അതെ. അപ്പോൾ സച്ചിയേട്ടൻ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കണം അല്ലേ? എന്താ പക്ഷേ, നീ എന്താ കൂടുതൽ ഡയലോഗ് അടിക്കുകയാണോ? അല്ല, ഞാൻ പൊതുവെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ശ്രീകാന്തിനോട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയെ തന്നെയാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടിയിട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഈ സച്ചി നമ്മുടെ ചന്ദ്രയുടെ ഓരോരോ കാര്യങ്ങളാണ് അവിടെ ഓർമ്മ വരുന്നത്. കാരണം ഓരോ കാര്യവും ചെയ്യുമ്പോൾ സുധിയെ സപ്പോർട്ട് ചെയ്താണ് ചന്ദ്ര ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആലോചിച്ചിങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഡൗട്ട് തോന്നുക. പിന്നീട് രേവതി വരിക. അപ്പോൾ രേവതി വന്നിട്ട്, എന്താ സച്ചിയേട്ടൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്താ ആലോചിക്കാനുള്ളത്? അത് തന്നെ, ഇന്ന് അമ്മ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളായിരിക്കും ആലോചിച്ചതല്ലേ? പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ ഇതൊക്കെ ഇതാക്കിയതാണെന്ന്? അമ്മ അത് മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്, അവനെ കൊണ്ടേ അങ്ങനെ പറയിപ്പിച്ചതാ അമ്മ. ഇത് അവനെ ശരിക്കും അടിച്ചതൊന്നല്ല, നമ്മളുടെ മുന്നിൽ നാടകം കളിച്ചതാ, അവൻ അടിക്കുന്നത് പോലെ അഭിനയിച്ചതാണ് അമ്മ. അതെനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി രേവതി, ആ നിമിഷം വരെ അവൻ പറഞ്ഞില്ലായിരുന്നു അത് ആ പണം കടം മേടിച്ചതാണെന്ന്. പക്ഷേ
അവൻ പിടിക്കപ്പെടൂന്നായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ എടുത്ത് ഡയലോഗ് ഇട്ടു. ആരുടെ കയ്യിൽ നിന്നാടാ നീ കടം മേടിച്ചത്? സത്യം പറഞ്ഞോടാ, നീ ആരുടെ കയ്യിൽ നിന്നാണ് കടം മേടിച്ചത്? ഏത് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് നീ കടം മേടിച്ചത് എന്നാണ് അമ്മ അവിടെ ചോദിച്ച ചോദ്യം. അപ്പോഴാണ് ഈ പൊട്ടന് ബുദ്ധി തോന്നിയത്. അങ്ങനെ ആ പൊട്ടൻ പറഞ്ഞു, ഞാൻ ആനന്ദിൻ്റെ കയ്യിൽ നിന്നാണ് കടം മേടിച്ചതെന്ന്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ രേവതി? ഇല്ല സച്ചേട്ടാ, അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും കൂടി നല്ല നാടകം കളി അവിടെ കളിച്ചു. അവിടെ നിന്ന് എസ്കേപ്പായി. പക്ഷേ രേവതി, ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്ന മട്ടില്ല. നിന്റെ സ്വർണം എങ്ങനെ ഗോൾഡ് കവറിങ് ആയെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അതിന് എന്തെങ്കിലും ഞാൻ വഴി കണ്ടെത്തും. സച്ചേട്ടാ, ആ ആനന്ദിനെ പോയി കണ്ടാലോ? കാണണം, എനിക്കവനെ കാണണം. പക്ഷെ അവൻ സത്യം പറയോ? സത്യം പറഞ്ഞില്ലെങ്കിലോ? ഏതായാലും പോയി നോക്കാം. അവൻ സത്യം പറയോ ഇല്ലേന്ന് നമുക്കപ്പം മനസ്സിലാവും. ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രാവിലെ തന്നെ നേരെ ആനന്ദിനെയും തപ്പിക്കൊണ്ട് പോവാണ്. അപ്പോൾ ആനന്ദിനെയും തപ്പിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് ആണെങ്കിൽ വലിയ വലിയ കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. ഇവനൊക്കൊന്നും പൈസ തരില്ല. എടാ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. ഞാൻ പണം തന്നതിൻ്റെ പാലിശ നീ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സച്ചിയുടെ വരവ്. അപ്പോൾ സച്ചിൻ ഇവനെവിടെ പോയാണ് അവ ഇരിക്കുന്നത് എന്നും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുപാട് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ദേ ഒരു ബുക്കും നോക്കിക്കൊണ്ട് അതിൽ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക. ആള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഹലോ ബ്രോ എന്നും പറഞ്ഞുകൊണ്ട്, ഇതാര്, വാ 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 വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ബ്രോ ഇപ്പോഴും ഇവിടെ തന്നെയാണല്ലേ? പിന്നെ അല്ലാതെ ഇവിടെ അല്ലാതെ ഞാൻ എവിടെ പോയിരിക്കാനാണ്? സുധിയുടെ അനിയൻ സച്ചിയല്ലേ നീയ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഞാൻ സച്ചി തന്നെയാണ്. നമ്മൾ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ? പിന്നല്ലേ, നമ്മൾ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിന്റെ ചേട്ടൻ സ്ഥിരം ഇവിടെ ആയിരുന്നല്ലോ. ദേ ഇപ്പം നീ ഇരിക്കുന്ന ഇരിപ്പിടമില്ലേ, അത് നിന്റെ ചേട്ടൻ്റെ ഇരിപ്പിടമായിരുന്നു. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ആകെ അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് പൊങ്ങാനോട് ശ്രമിക്കുക. അപ്പോൾ അല്ല, എന്താണാവോ നീ വന്നത്? നിന്റെ കാറ് വിറ്റോ? നിന്റെ ജോലി പോയോ? നിനക്ക് ജോലിയൊന്നുമില്ലേ? അതുകൊണ്ടാണോ ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യടാ എനിക്ക് അങ്ങനെ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ. അല്ല പിന്നെന്താണാവോ വന്നത്? അതെ, നിങ്ങൾ കുറേ പേർക്ക് ഈ പണമൊക്കെ പലിശക്ക് കൊടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്കും കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ അത് ശരി, അങ്ങനെ. അല്ല നിനക്ക് എത്രയാണ് വേണ്ടത് സച്ചി എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു 2 ലക്ഷം രൂപയാണ് വേണ്ടത് എന്ന് പറയാം. 2 ലക്ഷം രൂപയോ? പോടാ എണീറ്റ് പോടാ. 2 ലക്ഷം രൂപ ഞാൻ എവിടെ തരാനാണ്? അത്രയും വലിയ പൈസയൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ലടാ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ സുധിക്ക് കൊടുത്തായിരുന്നല്ലോ. സുധിക്ക് കൊടുത്തു. അപ്പം പിന്നെ എനിക്കെന്നതിൽ എന്താ കുഴപ്പം? സുധിക്ക് ഞാൻ കൊടുത്തത് അത് കുറേ നാൾ മുമ്പോ ഒരു 25,000 രൂപ. അതാണ് ഞാൻ സുധിക്ക് കൊടുത്തത്. പക്ഷെ എൻ്റെ പൊന്നേ, 25,000 രൂപ കൊടുത്തിട്ട് ഞാനത് തിരിച്ചു മേടിക്കാൻ പെട്ട പാട് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ അവനെ എവിടെയെല്ലാം പോയി കണ്ടുപിടിക്കണമെന്നറിയാമായിരുന്നോ? ലാസ്റ്റ് സുധിയുടെ ഭാര്യ എങ്ങനെയോ കഷ്ടപ്പെട്ട് 25,000 രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അതാണ് ഉണ്ടായത്. അല്ലാതെ ഇത്രയും വലിയ തുകയൊന്നും ഞാൻ ആർക്കും കൊടുക്കൂല. അപ്പോൾ സുധിക്ക് 5 ലക്ഷം രൂപ കൊടുത്തെന്നൊക്കെ അറിഞ്ഞല്ലോ. 5 ലക്ഷം രൂപയോ? ഞാനത് 5 ലക്ഷം രൂപ കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ അത്രയും വലിയ കണക്കൊന്നും പിടിക്കില്ല. 1 ലക്ഷത്തിന് താഴെയുള്ള കണക്കുകളെ ഞാൻ പിടിക്കുള്ളൂ. അല്ലാതെ വലിയ കണക്കുകളൊന്നും പിടിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. അതിൻ്റെ ആവശ്യവും ഇല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണല്ലേ, എങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പോൾ സച്ചിക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ തരാം. വേണ്ട, എനിക്ക് 2 ലക്ഷം രൂപയായിരുന്നു വേണ്ടത്. ഏതായാലും ആ പൈസ തന്നെ താൻ തരില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പൈസ എന്തിനാണ്? അല്ല കുറച്ച് പൈസ വേണമെങ്കിൽ കൊണ്ടേക്കോ. വേണ്ടെന്നേ, എനിക്ക് 2 ലക്ഷം രൂപയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോഴേക്കും ഇയാൾക്കൊരു ഡൗട്ട് തോന്നുകയാണ്. ഇപ്പോൾ സച്ചി എന്തിനാണ് വന്നത്? ദൈവമേ, സുധിയുടെ നല്ല കാലമാണെന്ന് തോന്നുന്നു. കാരണം അവൻ രേവതിയുടെ സ്വർണം എടുത്ത് വിറ്റാണ് 5 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. അവൻ ആദ്യം എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. എന്നിട്ട് അതൊന്നും നടന്നില്ല. ഭാഗ്യം അതെനിക്ക് പറയാൻ തോന്നാതിരുന്നത്. രക്ഷപ്പെട്ടു. ഏതായാലും സുധിയുടെ നല്ല കാര്യം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ കാറിൽ പോയിരിക്കുക.
ആ സമയത്ത് രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ അവിടെ നല്ല ജോലിയായിരുന്നു. എന്താ സച്ചിയേട്ടാ, ആ കൂട്ടുകാരനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ കണ്ടു. അയാളൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നേ. കൊടുത്തിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് സച്ചിയേട്ടാ 5 ലക്ഷം രൂപ? സച്ചിയേട്ടാ, അപ്പം അയാള് പേരും കള്ളനാ. എൻ്റെ സ്വർണ്ണ അയാൾ കൊണ്ട് വിറ്റു. അങ്ങനെയാണ് അയാൾക്ക് 5 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത്. അതേ രേവതി, അത് തന്നെയല്ലേ ഞാനും പറയുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആ പേരും കള്ളൻ എല്ലാവരുടെ മുന്നിൽ നന്നായിട്ട് കിടന്ന് അഭിനയിച്ചു. പക്ഷേ അവനെ കൊണ്ട് ഇനി എങ്ങനെ പറയിപ്പിക്കും രേവതി എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ സച്ചിയേട്ടാ. എന്ത് ഐഡിയ? അതെ സച്ചിയേട്ടാ, ഈ സ്വർണങ്ങളെല്ലാം കാണാതെ പോകുമ്പോഴേ നമ്മളൊരു ജോത്സ്യൻ്റെ അടുത്ത് ചെല്ലൂലേ, എന്നിട്ട് ജോത്സ്യനോട് സംഭവങ്ങളെല്ലാം പറയും. അപ്പോൾ ജോത്സ്യൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഒരു വെറ്റില എടുത്തിട്ട് അതിൽ മഷിയിട്ട് നോക്കും. അതിൽ മഷിയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണം എടുത്തത് ആരാണെന്ന് അതിൽ തെളിഞ്ഞു വരും അത്രേ. നമുക്ക് അതേപോലെ ഒരു ജോത്സ്യനെ പോയി കണ്ടാലോ? അപ്പോൾ ജോത്സ്യം പറയാലോ നമ്മുടെ സ്വർണം എടുത്ത ആരാന്ന്. എൻ്റെ പൊന്ന് രേവതി, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. അയാളെന്താ വെറ്റിലയിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ടോ? ചുമ്മാ ഒന്നും മിണ്ടാതിരിക്കുക രേവതി. എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല. പിന്നെ എങ്ങനെ സച്ചിയേട്ടാ നമ്മളിത് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതി, നീ ജോത്സ്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. ആ ഐഡിയ ഒന്ന് പ്രയോഗിച്ചാലോ? എന്താ സച്ചിയേട്ടാ, എന്താണ് ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ അതേതായാലും നീ പറയണ്ട, ഞാൻ അതേതായാലും ഉടനെ തന്നെ നിന്നെ അറിയിച്ചിരിക്കും കേട്ടോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വയ്ക്കുക. അങ്ങനെ നമ്മുടെ രവിയെ കാണിക്കുകയാണ്. അപ്പോൾ രവിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ സ്വർണം മുഴുവനും റോൾഡ് ഗോൾഡായിട്ട് മാറിയല്ലോ. അപ്പോൾ സച്ചി പറഞ്ഞ കാര്യങ്ങളും അച്ഛാ എങ്ങനെ രേവതിയുടെ സ്വർണം റോൾഡ് ഗോൾഡായി മാറി അത് അച്ഛൻ തന്നെ പറ എന്നങ്ങനെ പറഞ്ഞ കാര്യങ്ങളും മുഴുവനും നമ്മുടെ രവി ആലോചിക്കുക. അപ്പോഴാണ് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവർ ചോദിക്കണം, എന്താങ്കിലും ഞങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങളെന്താ സങ്കടപ്പെട്ടിരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഞാൻ ആ സ്വർണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്നതാണ് മക്കളെ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അങ്കളെ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഏതായാലും സച്ചിയേട്ടൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടുപിടിക്കട്ടെ എന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്കളുടെ ആരോഗ്യം കൂടി ഇല്ലാതെ ആക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രേവതി നിങ്ങൾ വന്നായിരുന്നോ, നിങ്ങൾക്ക് കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട ഏട്ടത്തി ഞങ്ങൾക്ക് കോഫി എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ റൂമിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴാണ് ചന്ദ്ര വരുന്നത്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എനിക്ക് ഒരു കോഫി എടുത്തോ. എടി കോഫി എടുക്കുമ്പോഴേ നല്ല ഒന്നാന്തരം കോഫി തന്നെ എടുക്കണം, ചുമ്മാ ആപ്പൂപ്പ കോഫി എടുത്താൽ പോരാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ രേവതി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ രവി ചോദിക്കുകയാണ്, മോളെ സച്ചി വന്നില്ലേ എന്ന്. സച്ചിയുടെ ഇപ്പോൾ വരുവാ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് അടുക്കളയിൽ കയറി പോവാ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി വരിക. സച്ചി കാറിൽ നിന്ന് ഇറങ്ങി ഒരു നെറ്റിയിലൊരു പട്ടയൊക്കെ തൂത്ത് കയ്യിൽ എന്തോ ഒരു നാരങ്ങ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, അതിൽ കുറേ ജപിച്ച ചരടും ഒക്കെ കെട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഏതൊരു സാമിയാർ വരുന്നത് പോലെയാണ് നമ്മുടെ സച്ചി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വീടിൻ്റെ വാതിക്കേ പോയിരുന്നിട്ട് എന്തൊക്കെയോ ഒരു മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ഓം ക്രീം കരീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മന്ത്രം ചൊല്ലുന്നത്. അപ്പോൾ സച്ചിയുടെ ആ നിപ്പും മാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രവി ഞെട്ടിപ്പോയി. എടാ സച്ചി, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സോമിയാർ പറഞ്ഞത് എന്താണ് എന്നോട്? മനസ്സിലായി, എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വലതുകാലെടുത്ത് വെച്ച് വേണം കയറാനല്ലേ? ശരി, എങ്കിൽ പിന്നെ വലതുകാല് തന്നെ എടുത്ത് വെച്ച് കയറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വലതുകാലെടുത്ത് വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് ഹോം ക്രീം കരീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ മന്ത്രം ചൊല്ലുക. ആ സമയത്ത് ഈ രവിയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും നമ്മുടെ രേവതിയും ഒക്കെ ഓടി വരികയാണ്. അയ്യോ സച്ചിയേട്ടാ, എന്തു പറ്റി സച്ചിയേട്ടാ? അപ്പോൾ സച്ചിയാണെങ്കിൽ എനിക്ക് മനസ്സിലായി, ഇവിടെ ഒരു ചീത്ത ശക്തിയുണ്ട്, അതെനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാവുന്നു. ആ ജോത്സ്യര് പറഞ്ഞ പോലെ തന്നെ. അപ്പോഴാണ് ചന്ദ്രയെ ഇറങ്ങി വരുന്നത്. ഇവനെന്താ ഈ കാണിച്ചു കൂടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ് നമ്മുടെ സച്ചി. അതെ, എനിക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ഒരു ചീത്ത ശക്തിയുണ്ട്, അതിൻ്റെ തേരോട്ടമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കിടന്ന് നമ്മുടെ സച്ചി അവിടെ കിടന്ന് തുള്ളാനായിട്ട് തുടങ്ങി. ആ തുള്ളലും കാര്യങ്ങളും കണ്ടപ്പോൾ രേവതി പേടിച്ചു. അയ്യോ സച്ചിയേട്ടാ, അയ്യോ അച്ഛ, സച്ചിയേട്ടൻ എന്ത് പറ്റി അച്ഛാ? സച്ചിയേട്ടാ ഒന്ന് നിൽക്ക് സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടി കാണിക്കുന്നത്? സച്ചി ഇങ്ങനെ കിടന്ന് തുള്ളുകയാണ്, ഒരു വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അപ്പോഴാണ് ശ്രുതിയും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവൻ്റെ ഈ കാട്ടയം
കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ചോദിക്കുകയാണ്, സച്ചി എന്തു പറ്റിയടാ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ നെഗറ്റീവ് ശക്തിയുണ്ട്, അതെനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഏതായാലും ആ ജോത്സ്യനോട് കാര്യങ്ങൾ വിളിച്ച് പറയട്ടെ. അപ്പോൾ ഫോൺ എടുത്തിട്ട് ദൈവം നമ്പറും കാണില്ലല്ലോ. നമ്പർ എടുത്തിട്ട് നമ്മുടെ സച്ചി വിളിക്കുകയാണ്. അതെ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ശക്തിയുണ്ട്. അതെനിക്ക് അനുഭവപ്പെട്ടു അങ്ങ് പറഞ്ഞോലെ. ഓക്കെ, ശരി, ഞാൻ അതേപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അടവയ്ക്കുക. അങ്ങനെ സച്ചി ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഓട്ടം. അതെ, എനിക്ക് ആ ശക്തി മനസ്സിലാവുന്നു. ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇവിടുത്തെ നെഗറ്റീവ് ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗാണ് നമ്മുടെ സച്ചി അവിടെ അടിച്ചു കൂട്ടുന്നത്. അപ്പോഴേക്കും ഹോം ക്രീം കരിയും. അപ്പോൾ നമ്മുടെ വർഷ ചോദിക്കുകയാണ്, ഇതെന്താണിത് കരി എന്നൊക്കെ പറയുന്നത്, ഇതെന്താണ് എന്തെങ്കിലും കരിച്ചു പോയിച്ച് ഉണ്ടാക്കാനായിട്ട് പോവുകയാണോ എന്നൊക്കെ പറയാൻ വന്നു. വർഷ നീ ഒന്നും മിണ്ടാതിരിക്കുക, പിന്നെ സച്ചിയുടെ എന്തേ കാണിച്ചു കൂട്ടുന്നത്? അങ്ങനെ സച്ചി കിടന്ന് തുള്ളം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.